വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനുഷ്മാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രെഡ് പക്കോട എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സ്വീറ്റ്, വളരെ നല്ലൊരു ഡിഷാണ്. അതിനായിട്ട് ഒരു 6 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് 6 എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 5 എടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു മീഡിയം സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഒരു ബൗളെടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന ബ്രെഡ് മുറിച്ചിട്ട് കൊടുക്കണം. വളരെ നല്ല സ്വീറ്റായിട്ടുള്ള ഒരു ബ്രെഡ് പക്കോടയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. വളരെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വിഭവമാണിത്. നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ബ്രെഡിലേക്ക് സവോള ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഞങ്ങൾ 3 എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചെടുത്താൽ മതി. പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിലേക്ക് ഈ ഞങ്ങൾ കാണിച്ച സ്പൂണിന് ഒരു 3 ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ആ കടലമാവ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഓൾറെഡി ബ്രെഡിൽ ഉപ്പുള്ളത് കൊണ്ട് അതനുസരിച്ചിട്ടാൽ മതി. ഒരല്പം വെള്ളം ചേർത്ത് അത് കുഴച്ച് കൊടുക്കണം. ഒരുപാട് വെള്ളമായി പോകരുത്, നല്ല ലൂസായിപ്പോവും. നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ചെറുതായിട്ട് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് നമുക്കത് കുഴച്ചെടുക്കാം. വെള്ളം പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത്രത്തോളം ചുരുക്കി മാത്രമേ വെള്ളം ഉപയോഗിക്കാവുള്ളൂ. ഒരുപാട് വെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത്. ഇത് വളരെ ലൂസായിപ്പോവും. നമുക്ക് പിന്നീട് ഇത് നല്ലപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. വെള്ളത്തിൻ്റെ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഉറപ്പായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടിയത്. നമുക്ക് ഗ്യാസിലോട്ട് പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനാവുമ്പോൾ വെളിച്ചെണ്ണ കഴിവതും കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ വെളിച്ചെണ്ണ ഇനി അടുത്ത ദിവസം നമ്മളൊന്നിനും ഉപയോഗിക്കാത്തത് കൊണ്ട് അതനുസരിച്ച് മാത്രം വെളിച്ചെണ്ണ എടുത്താൽ മതി. എണ്ണ ചൂടായി നമുക്കതിലേക്ക് ചെറിയ ബൗളുകളായിട്ട് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോയിലും ഹൈയിലും ഫ്ലെയിം വയ്ക്കരുത്. ഒരു മീഡിയം ആ ഫ്ലെയിം മതി. കാരണം ഒരുപാട് ഇതായിപ്പോയാൽ പുറമേ കൊണ്ട് കരിഞ്ഞ് അകം പിന്നീട് വേവാണ്ട് ആയിപ്പോവും. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാവുള്ളൂ. നമ്മുടെ പക്കോട ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്.
നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. കോരിയെടുത്ത് ടിഷ്യൂ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ അതിൽ പെട്ടെന്ന് പിടിക്കും. വളരെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. വളരെ നല്ല ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. തക്കാളി സോസ് ആണ് ഇതിന് കൂടുതലായിട്ട് നല്ലത്. ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു.